ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ മീൻ വണ്ടി പോയപ്പോൾ ഞാൻ എന്നാ മീനെന്നറിയാൻ പോയി നോക്കിയപ്പോൾ നല്ല അടിപൊളി അയല ഉണ്ടായിരുന്നു. പിന്നെ ദണ്ട എന്ന് പറഞ്ഞൊരു മീനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ദണ്ട മീൻ വറക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാനിത് കൂട്ടിയിട്ടില്ല കേട്ടോ. എന്നാൽ വെച്ചാൽ ഈ പ്രാവശ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ദണ്ട മീൻ 1 കിലോ ദണ്ട മീനും വാങ്ങി, 1 കിലോ അയലയും വാങ്ങി. പക്ഷേ എല്ലാ അയലയുടെ ഉള്ളിലുണ്ടല്ലോ നമ്മളെ വറുത്ത് കൂട്ടുന്ന കുഞ്ഞു മീനില്ലേ, എൻ്റെ പേരെന്നാന്ന് ഞാൻ പറയുന്നത്, നത്തൽ എന്നൊക്കെ പറയുന്നത്. ആ നത്തൽ മീൻ എല്ലാ അയലയുടെയും വായിലുണ്ടെന്നേ ഞാനത് നോക്കിയിട്ട് ചിരിക്കുന്നത്. ഞാൻ വിചാരിക്കും ഇവർ എന്താ പറയുക, വലക്കാർ വല വീശി ഇപ്പം കിട്ടിയ നത്തലിനല്ലേ അയലകൾ പിടിച്ച് തിന്നുന്നു. അതുകൂടാതെ ദണ്ടയുടെ വായിലും ഉണ്ട് ഈ കുഞ്ഞ് നത്തൽ മീൻ. എല്ലാത്തിനും വായിലും ഓരോന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം ഈ 1 കിലോ അല്ലെങ്കിൽ 1 കിലോ അയല വാങ്ങിയെങ്കിൽ അത് 1/4 കിലോ നത്തൽ മീനായിരിക്കും തൂക്കം. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വെട്ടുന്നതിന് മുമ്പ് തന്നെ വേഗം ഒന്ന് അരി കഴുകി കുക്കറിൽ ഇടുവാണെങ്കിൽ മീനാകുമ്പോഴേക്കും നമുക്ക് വെട്ടി കഴിയുമ്പോഴേക്കും മറ്റേ അരി വെന്തതിന് വിസിൽ പോയിക്കോളുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ആക്കി കേട്ടോ. പിന്നെ ചോറായാലും കഴിക്കാനാകുമ്പോഴേക്കും കുറച്ച് ചൂടൊക്കെ ആറി സെറ്റായിരുന്നുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ വേഗം അരി കഴുകിയിടും. ഒന്ന് പിള്ളേർ സ്കൂളിൽ പോയില്ലായിരുന്നേ. അപ്പം രാവിലെ എണീറ്റിട്ട് വേഗം ആക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഒരു 10-10:30 ആയപ്പോഴേക്കും ഞാൻ വേഗം മീനും കിട്ടി പണികളൊക്കെ ഒന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് കുക്കറിൽ വെക്കുന്നത് വെച്ചാൽ വേഗം ആവുമല്ലോ. റൈസ് കുക്കറിലൊക്കെ എടുത്ത് വെക്കുമ്പം താമസമാണ്. പിന്നെ ഞാനും ചേട്ടായും പിള്ളേർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയും അരിയും മതിയല്ലോ. അപ്പോൾ കുക്കറിലാകുമ്പോൾ വേഗം ആവുമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞാൻ കുക്കറിൽ വെക്കുന്നത്. പിന്നെ മീനെല്ലാം വെട്ടി നല്ല സെറ്റാക്കി. ഈ മീനിൻ്റെ ഇങ്ങനെ തല വെച്ച് വെട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു ചാനലിൽ അവരിങ്ങനെ വെട്ടുന്നത് കണ്ടു. തല ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെട്ടുന്നത്, ഇങ്ങനെ കണ്ണൊക്കെ വെച്ചിട്ട്. ഇവിടെ ചേട്ടായിക്കും പിള്ളേർക്ക് മീൻ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഒന്ന് പരീക്ഷിച്ചത്. എൻ്റെ അയലകളെല്ലാം കണ്ണ് തുറിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല ഇങ്ങനെ വെട്ടുന്നത്. അമ്മ ഇങ്ങനെ വെട്ടി എല്ലാ കണ്ണും വെട്ടിക്കളയും. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. എനിക്ക് ആദ്യമൊക്കെ അസ്വസ്ഥമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വെട്ടി എനിക്കിതിങ്ങനെ കുഴപ്പമില്ല. എനിക്കിഷ്ടമായി. നല്ല രസമല്ലേ ഇങ്ങനെ കണ്ണൊക്കെ വെച്ച് അയല ഇരിക്കുന്നതാണ്. അപ്പം ഞാൻ ഒരു 4 അയല വൈകിട്ടത്തേക്ക് മാറ്റി വെച്ചു, വൈകിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ബാക്കി കറി വെക്കാനായിട്ടും അയല മാറ്റി വെച്ചു. പിന്നെ ദണ്ട ഫുൾ ഉച്ചയ്ക്കത്തേക്കും ബാലൻസ് ഉണ്ടെങ്കിൽ വൈകിട്ടത്തേക്ക് എടുക്കുക അങ്ങനെ വിചാരിച്ചിട്ട് ദണ്ടയും മുഴുവൻ വറക്കാനെടുത്തു. കാരണം ദണ്ട ആകെ ഞാൻ 1 കിലോയെ വാങ്ങിയായിരുന്നുള്ളൂ. അപ്പം അത് അയല ഞാൻ മുറിച്ചില്ല കേട്ടോ, മുഴുവനോടെ തന്നെ പൊരിക്കാമെന്ന് വിചാരിച്ചു. ദണ്ട പിന്നെ ഒരുമാതിരി ഒരു ഉരുണ്ടിരിക്കുന്ന മീനാണ്. അപ്പോൾ അതിങ്ങനെ മുഴുവനോടെ പൊരിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെയാലും നല്ല നീട്ടമുണ്ട്. തിരിഞ്ഞു മറിഞ്ഞൊക്കെ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിന് വലുതിനെ 3 കഷ്ണമായിട്ടും ചെറുതിനെ 2 കഷ്ണമൊക്കെ ആയിട്ടങ്ങ് മുറിച്ചു. പിന്നെ മീൻ വറക്കുന്ന മസാല ഇപ്പുറത്തെ ഞാൻ പഠിപ്പിക്കണ്ടല്ലോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തു കേട്ടോ. ഞാൻ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർത്തില്ല, അല്ലാതെ തന്നെ അങ്ങ് മീനിൻ്റെ അകത്തും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അത് കൂട്ടി അങ്ങ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. ചിലർ എണ്ണയൊക്കെ വെച്ച് മിക്സ് ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ എണ്ണയ്ക്കകത്ത് പൊരിക്കുന്ന സാധനം പിന്നെ എണ്ണയിലിട്ട് കുതിർത്ത് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്ര ഹെൽത്തി അല്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പം അതിലെടുത്ത് ഞാൻ ഫ്രീസറിലും വെച്ചു. പിന്നെ ഫ്രീസറല്ല, ഫ്രിഡ്ജിൽ വെച്ചു വൈകുന്നേരം ആക്കാനുള്ളത്. ബാക്കി ദണ്ട ഞാൻ എന്ത് ചെയ്തു, പൊരിക്കാനും കൂടി വെച്ചു. ചില സമയം ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇടുന്നത്. ഇപ്പം ഞാൻ വെളുത്തുള്ളിയൊന്നും ഇടാൻ പോയില്ല കേട്ടോ. എൻ്റെ പുറത്ത് കുറച്ച് കറിവേപ്പില കൊണ്ടിടുന്നുണ്ട്. ഇതിടെ ഞാൻ വീട്ടിൽ നിന്ന് ഞങ്ങളിവിടെ വന്ന പിന്നെ നട്ട് വളർത്തിയ കറിവേപ്പില കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് നട്ടതാണ്. അച്ഛൻ കൊണ്ട് നട്ടു. അപ്പോൾ വളർത്തലൊക്കെ ഞാൻ വളർത്തി. നല്ല അടിപൊളി എന്ത് രസമല്ലേ നമ്മുടെ മുറ്റത്തുനിന്ന് കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചെടുത്തുകൊണ്ട് കറിക്കകത്തൊക്കെ ഇടുമ്പോൾ. അപ്പം ഇത് മീൻ കറി വെക്കാൻ വേണ്ടി അയലക്കറി വെക്കാമെന്ന് വെച്ചു. എനിക്ക് ആകെ മീൻ കറി വെക്കാൻ ഒരു മൺചട്ടി ഉണ്ട് കേട്ടോ. ഇവിടെ അമ്പലത്തിൽ ഉത്സവം വന്നപ്പോൾ ഞാൻ വാങ്ങിയൊരു മൺചട്ടിയാണ്. 1 വർഷം ആയി. പക്ഷെ ഒരു വർഷമായി കേട്ടോ. പക്ഷെ ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി മൺചട്ടി. ചില മൺചട്ടിയാണ് ചൂടാകും പൊട്ടിപ്പോകുക അങ്ങനത്തെ. ഈ മൺചട്ടിക്ക് ഒരു പ്രശ്നമില്ല. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ഉലുവയും കടുകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുത്തു. പിന്നെ അതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മീൻസ് വഴണ്ട് നല്ല ബ്രൗൺ കളറായതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങ് വഴറ്റുവാണെങ്കിൽ മസാലയ്ക്കുള്ള ഉപ്പും അതിനകത്ത് ആയിക്കോളും. അതുകൂടാതെ നമുക്ക് സാധനങ്ങളെല്ലാം വേഗം ഒന്ന് വഴണ്ട് കിട്ടുകയും ചെയ്യും. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് പൊടി അങ്ങോട്ട് ഇടുന്നത്. എന്നിട്ട് നല്ല ഇപ്പോൾ നല്ല വഴണ്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറവായില്ലേ. അതും നമ്മൾ വഴറ്റുമ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാക്കാതെ ഒരു ലോ ഫ്ലെയിം അല്ലെങ്കിൽ ലോയ്ക്ക് മീഡിയത്തിനിടയ്ക്ക് ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ വഴറ്റിയെടുക്കുക. അല്ലെങ്കിൽ അത് വേഗം കരിഞ്ഞ് അങ്ങ് പോവും. അപ്പം ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടപ്പോഴേക്ക് ഇപ്പുറത്ത് ക്യാബേജ് മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് വെച്ചപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ചൂടായിട്ട്. അപ്പം ഞാൻ ചീനച്ചട്ടിക്കകത്ത് എണ്ണ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഞാൻ ക്യാബേജ് മെഴുക്ക് പുരട്ടി വെക്കാനുള്ളത് ഇട്ടു. ക്യാബേജിനകത്ത് പച്ചമുളകും കറിവേപ്പിലയും സവോളയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഇട്ടങ്ങ് ഇളക്കി അതങ്ങ് അടച്ച് വെച്ച് വേവിച്ചെടുക്കും. ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ചു കേട്ടോ. ഇനി ചീനച്ചട്ടിയിൽ അടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒഴിച്ച് അതിനകത്ത് നല്ല അടിപൊളി മെഴുക്ക് പുരട്ടി ഇട്ടിട്ട് കേട്ടോ ക്യാബേജ്.
പിന്നെ അപ്പുറത്തിരുന്ന് ഓൾറെഡി മീൻ വറക്കുന്നുണ്ട്. ഞാൻ മീൻ വറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ട് അങ്ങ് വെക്കും. അപ്പം ഞാൻ തിരിച്ചും മറിച്ചിട്ട് അങ്ങ് വെച്ച് കുറച്ച് സമയം എടുക്കുമെന്നുള്ളൂ. പക്ഷെ നല്ല മൊരിഞ്ഞ് കിറുക്കിറുന്ന് ചേട്ടായിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. നല്ല മൊരിഞ്ഞിരിക്കണം, കടിക്കുമ്പോൾ മുള്ളും ഇതെല്ലാം കൂടി ഇങ്ങനെ തിന്നാൻ പറ്റുന്നത്. അപ്പം ഞാൻ ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് മീൻ വറുത്തെടുക്കും കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് മീൻ വറുത്തത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി മീനിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നല്ലോ മീൻ കറി വെക്കാൻ. പിന്നെ ബാക്കി കുറച്ച് ഫിഷ് മസാലയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം എന്നപ്പൊടിയിട്ട് പച്ചമണമൊക്കെ മാറുന്നോളം വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുടംപുളി കഴുകി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുത്ത് കുടംപുളി കൂടി ഇടുക. എന്നിട്ട് നല്ലോണം അതും ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഇളക്കുക കേട്ടോ. അത് ഇളക്കി ആ കുടംപുളി വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. പറ്റിച്ചെണ്ണ തെളിയുന്ന ഒരു പാകം വരും. അത് കഴിയുമ്പോൾ നമുക്ക് മീൻ കറിക്ക് എത്രയാണ് ആവശ്യത്തിന് വെള്ളം, ആ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പം അങ്ങനത്തെ കറിക്കൊരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ നമ്മളിങ്ങനെ വെക്കുന്നതിന്. എന്താ പറയുക, എനിക്ക് ഇങ്ങനെ വെക്കുന്ന മീൻ കറി കേട്ടോ ഇഷ്ടം. കാരണം കപ്പയ്ക്ക് കൂടെ തന്നെ ടേസ്റ്റ് എന്നറിയത്. അങ്ങനെ എന്താ പറയുക, ഇതേ റെസിപ്പി ഫോളോ ചെയ്യണം. മീൻസ് നമ്മൾ ആ പുളി വെള്ളമൊക്കെ ഒഴിച്ച ശേഷം അത് നല്ലോണം ഇങ്ങനെ പറ്റിച്ചൊക്കെ എടുക്കണം. അപ്പോൾ സെറ്റായി. ഞാൻ ആവശ്യത്തിന് വെള്ളം ഒത്തിരി ചാറൊന്നും ആക്കുന്നില്ല, കാരണം ഇവിടെ കപ്പയോ അങ്ങനെ ചക്കയൊന്നും ഇല്ലല്ലോ, ചോറിന് കൂട്ടാനുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് പറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വേഗം നല്ല കഴുകി വൃത്തിയാക്കി അയലക്കുട്ടന്മാരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഇട്ട് കൊടുത്തില്ല, ഒന്ന് തിളച്ചിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ലോണം തിളച്ച് വന്നു കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ അയലക്കുട്ടന്മാരെല്ലാം ഒന്നൊന്നായിട്ട് എല്ലാത്തിലും പറക്കി അങ്ങ് ഇട്ടു കേട്ടോ. എനിക്ക് അയലക്കറിയും പൊറോട്ടയാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. ഭയങ്കര ഇഷ്ടം എനിക്ക് രണ്ട് കോമ്പിനേഷൻ. പിന്നെ വേറെ എന്ത് മീനുണ്ടെങ്കിലും എനിക്ക് അയല ഉണ്ടെങ്കിൽ എൻ്റെ കണ്ണ് അങ്ങോട്ടേക്കേ പോകും. ഞാൻ എല്ലാ മീനും തുറന്നും അടച്ചും ഒക്കെ നോക്കുക. ഇവിടെ ഈ ഓട്ടോറിക്ഷയ്ക്കകത്ത് മീൻ വരുന്നത്, മീൻസ് വലിയ പുറകിൽ ഇതെല്ലാം ഓട്ടോയില്ലേ, അതിനകത്ത് ഇതിനെ പുറകിൽ വെച്ചിട്ട് എന്നിട്ട് എല്ലാം തുറന്ന് നോക്കിയാലും അവസാനം ഞാൻ വന്നിരിക്കുന്ന ഈ അയലയുടെ അടുത്തായിരിക്കും. അപ്പോൾ അയലക്കറി അവിടെ ഓൾറെഡി സെറ്റായി. പിന്നെ മെഴുക്ക് പുരട്ടി സെറ്റായിട്ടുണ്ടായിരുന്നു. മീൻ വറുത്തതായാലും ഒക്കെ ആയി കേട്ടോ. അപ്പം മീൻ ഞാനൊന്നുകൂടി തിരിച്ചും മറിച്ചിടുവാണെങ്കിൽ നല്ലോണം മുറിച്ചു. പിന്നെ അധികം എണ്ണയും വേണ്ട. എൻ്റെ പാനിനകത്ത് അധികം എണ്ണ കാണുന്നില്ലല്ലോ, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. കുറച്ച് എണ്ണ ഒഴിച്ച് തിരിച്ച് മറിച്ചു വിട്ട് പിന്നെ ആ എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കിയൊക്കെ കൊടുത്താൽ മതി കേട്ടോ. കാരണം ഒത്തിരി എണ്ണയൊക്കെ അകത്തിട്ട് എന്താ പറയുക, മുക്കി വറക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിപ്പം മീനെ. നമുക്ക് വേറെ കൊടുക്കാൻ നമുക്ക് കഴിക്കാനല്ലേ, അപ്പോൾ ഒത്തിരി ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കച്ചമ്പറും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസത്തെ കക്കിരി ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു, തൈരും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ വേഗം കുറച്ച് കക്കിരി സവോള അരിഞ്ഞ് ഒരു കുഞ്ഞു പച്ചമുളക് കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് തൈര് ഒഴിച്ച് ഉപ്പിട്ട് മിക്സ് ആക്കി എടുത്തു കേട്ടോ. ചോറിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഒരു സാലഡും കൂടി ഉള്ളപ്പം കുറച്ച് നല്ലതാണല്ലോ. അങ്ങനെ ഇന്നത്തെ ഉച്ചക്കത്തെ കറികൾ കേട്ടോ. മീൻ കറി, അയലക്കറിയും ദണ്ടമീൻ വറുത്തതും ക്യാബേജ് മെഴുക്ക് പുരട്ടിയും അച്ചാറും. ഞാൻ ഇന്നലെ പുറത്ത് പോയപ്പോൾ നല്ല അടിപൊളി ഒരു അച്ചാർ കിട്ടിയ ഒരു മാങ്ങ വെള്ളക്ക് ഇട്ടതെന്നാണ് എൻ്റെ പുറത്ത് എഴുതിയത്. എന്നാ രുചിയാണെന്നറിയോ അച്ചാർ. എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ അവിടെ നിന്ന് തിന്ന് നോക്കി, ഞാൻ ഒരു 2 ബോട്ടിലും കൂടെ അവിടെ നിന്ന് വാങ്ങിയാൽ. പക്ഷേ എന്ത് ചെയ്യാൻ, ഇവിടെ വന്നിട്ട് പൊട്ടിച്ചിട്ട് ഇന്നാ ഒന്ന് കഴിച്ച് നോക്കുന്നത്. അച്ചാർ ഇത്രയായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം. അപ്പം ചേട്ടായി ഇന്ന് പുറത്ത് പോകുന്നതുകൊണ്ട് ചേട്ടായിക്ക് ഉള്ളു ഞാൻ എന്നാൽ പിന്നെ പൊതിച്ചോറ് കെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചേട്ടായിക്ക് വേഗം നമുക്കിവിടെ ഇലയൊന്നുമില്ല, അടുത്ത പറമ്പിൽ പോയി ഒരു കുഞ്ഞിലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന കേട്ടോ. കുഞ്ഞിലയിൽ അത്യാവശ്യം മുട്ടനില തന്നെയാണ്. ചേട്ടായിക്ക് നല്ല കുത്തരിച്ചോറും ദണ്ടമീൻ വറുത്തതും, മീനൊന്നും വെച്ചിട്ട് ഇരിക്കുന്നില്ലായിരുന്നു. പിന്നെ ക്യാബേജ് മെഴുക്ക് പുരട്ടിയും. പിന്നെ എന്താ ഞാൻ വെക്കുന്നത്, ഇത് തിരക്കിട്ട് ഞാൻ ഓരോ എല്ലാ സാധനവും, ഇത് കച്ചമ്പർ അടുപ്പിച്ച് വെച്ചില്ലായിരുന്നു. ഇടയ്ക്ക് പോകാൻ തിരക്ക് കൂട്ടുമായിരുന്നു അവിടെ നിന്നുകൊണ്ട്. വണ്ടിക്കകത്ത് കയറി ഒന്ന് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ തിരക്കിന് ഓടിപ്പോയിട്ട് ഓരോന്ന് ആക്കിക്കൊണ്ടിരിക്കുക. ഇത് കുറച്ച് അയലക്കറിയും വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞ അടിപൊളി അച്ചാറും അത് കാന്താരിയൊക്കെ ഉണ്ട് കേട്ടോ. അതെനിക്ക് ആ മാങ്ങ പുറത്തെ വെള്ളമാങ്ങ അച്ചാർന്നാണ്, പക്ഷെ ഉള്ളിൽ എനിക്ക് ആ വടുകപ്പുളിയില്ല, അതുപോലെ എനിക്ക് ഫീൽ ചെയ്താൽ കണ്ടിട്ട്. ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ നോക്കണം ഇനി അത് തന്നെയാണോന്ന്. ആ കേക്ക് നല്ല അടിപൊളി പൊതിച്ചോറും റെഡിയാക്കി ചേട്ടായിക്ക് കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. ഓക്കേ.